വയ്യാത്രക്കാരായ സ്ത്രീക്ക് രക്ഷകനായി എത്തിയത് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾ. നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സോഡിയത്തിൻ്റെ അളവ് കുറയുകയും ചെയ്ത് തല കറങ്ങി വീഴുകയും ചെയ്ത് ഉടനടി ഈ മക്കൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കിട്ടോ. അതിനുശേഷം ഇവര് റിപ്പോർട്ട് ചാനൽ പോയാണ്ട് ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഇവരോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്, എങ്ങനെ ചെയ്യേണ്ടതൊക്കെ ആരാണ് പറഞ്ഞത്, എവിടെ നിന്നാണ് ഇങ്ങനെ സംഭവങ്ങൾ അറിഞ്ഞതെന്നൊക്കെ ചോദിക്കുന്ന റിപ്പോർട്ട് ചാനലിൻ്റെ ഒരു ആൾക്കാരുണ്ട് കേട്ടോ. ഈ റിപ്പോർട്ട് ചാനലിനെ ഒരുപാട് അനുമോദിക്കണം. കാരണം ഇങ്ങനെ CC ക്യാമറ എടുത്ത് വീഡിയോസ് എടുത്താണ്ട് ഈ കുട്ടികളെ തെരഞ്ഞു പോയി എടുത്താണ്ട് അവരെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ജനങ്ങളെ മുന്നിൽ അപ്രിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ വേറെല്ല കുട്ടികൾക്കും ഇതൊരു പ്രചോദനമാവും. കാരണം വരും തലമുറക്ക് ഈ കുട്ടികളൊക്കെ ഈ നമ്മൾ രക്ഷിക്കാനായിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. കാരണം ഒരു മടിയും കാര്യം ഒന്നും കൂടാതെ നമ്മൾ പെട്ടെന്ന് ചെല്ലുന്നത് ഈ 6-ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം പക്വത ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. അപ്പം അങ്ങനത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാർത്തെടുക്കാൻ വേണ്ടത്. കാരണം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കുട്ടികളാണ് ഈ കുട്ടികളൊക്കെ. നമ്മളെ ഈ 90 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ ഈ 2000 കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എന്താ ചെയ്യുക, കുറേ വീഡിയോസ് എടുക്കും, റീൽസ് എടുക്കും, ആരും സഹായിക്കാല്ല, മനസ്സില്ലാത്ത ആൾക്കാരും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ. കുറേ വീഡിയോസ് എടുത്താണ്ട് പബ്ലിക്കാക്കും. പക്ഷേ ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ പകച്ച് നിൽക്കാതെ, അവിടെ വലിയ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടേന്, അവരിടയിലൊന്നും പകച്ച് നിൽക്കാതെ പെട്ടെന്ന് ഇവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവർ സംസാരം കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. അപ്പോൾ അത് കേട്ടോക്കി, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് കേട്ടോക്കിട്ടോ. ഒച്ചയായിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ചേച്ചി നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മൾ മൈൻഡ് ചെയ്യാണ്ടായിരുന്നു, റോഡ് കടക്കാൻ പോകുന്നില്ല. അപ്പം അവിടെ നഫീസ കൂക്കി കൊടുക്കുന്ന കേട്ട് നോക്കിയപ്പോൾ ആ ചേച്ചി അപ്പാടെ വീണെടുത്ത്. അപ്പാടെ ഞാനും ആയിഷയും ഓടിപ്പോയിട്ട് കാല് തടി കൊടുത്തു, നല്ലോണം കാലടി കൊടുത്ത്. ഇവൾ ആരെയോ ഒരു വണ്ടിയിൽ നിന്ന് കഴിഞ്ഞ് ഓരോട് ചോദിച്ചിട്ട് ചാവി വാങ്ങിച്ച് കൈ പിടിച്ചു കൊടുത്ത്. എന്നിട്ട് ഞാൻ നെഞ്ഞ് തടി കൊടുക്കുമ്പോൾ ഇവള് കൈയെല്ലാം തടി കൊടുത്ത്, നമ്മളെല്ലാം തടി കൊടുത്ത്. അപ്പോൾ അവിടെ ആരും വെള്ളമൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പം നമ്മളത് ഏച്ചി വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഏച്ചി വെള്ളം തന്നു. അപ്പം നമ്മൾ കുറച്ച് കൊടുത്ത്, കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്ന്. അപ്പോൾ നമ്മൾ ചോദിച്ചു ഏച്ചി ഇനി വേണോ, അപ്പോൾ ഒരു പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞ് അപ്പോൾ അവിടെ ഏച്ചിക്ക് നല്ല ബോധം വന്നപ്പോൾ നമ്മൾ ഓരോ എണീപ്പിച്ചിട്ട് ഓട്ടോറിക്ഷയിലെത്തി. എന്നിട്ട് ഒരു പറഞ്ഞ് പള്ളൂർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ഒരു ചെരുപ്പെല്ലാം എടുത്തു കൊടുത്ത്. അപ്പോൾ അവിടെ ഒരാൾ പറയുന്ന വൈകൻ്റെ അച്ഛനെല്ലാം ഒരാൾ പറയുന്ന ഇത് ഇവലെ മക്കളാണോ. അപ്പോൾ വൈകൻ്റെ അച്ഛൻ പറഞ്ഞ് ഇത് ഇവലെ മക്കളെല്ലാം ഈ സ്കൂൾ കുട്ടികളാണ്. പോലെ പറയുന്നത് ഈ സ്കൂൾ കുട്ടികളായാലും ഇങ്ങനെ വേണം, ഇതാണ് ശരിക്കും സ്കൂൾ കുട്ടികളെ. നമുക്ക് രാവിലെ ലൂബി സാർ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് എടുത്താൽ മതിയായിരുന്നു. അന്നേരം നമുക്ക് ഇത് മനസ്സിലായി ഉണ്ടല്ലോ. അപ്പം എല്ലാവരും ഈ കുട്ടികളെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മക്കളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട് ഈ കുട്ടികൾക്ക്. അപ്പോൾ ഒരുപാട് നന്ദി പറയാണ്. കാരണം റിപ്പോർട്ട് ചാനലിനോട് ഒരുപാട് നന്ദി പറയണം. ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ വേറെ ഇത് കണ്ടുകൊണ്ട് വേറെ കുട്ടികളും ചെയ്യാനൊരു പ്രചോദനമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂട്ടുക.